ഈ പയ്യനെ KSU നേതാവായി വളർന്ന കാലത്ത് കാത്തുനിന്ന പുഷ്പ എന്ന അമ്മയെ പറ്റി. ആ അമ്മ ഇപ്പൊ നമ്മളോടൊപ്പം ഈ തിരുവനന്തപുരത്ത് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കരുത് എന്ന് പറഞ്ഞ് KPCC നടത്തിയ സമരത്തിന്റെ ഭാഗമായി അവിടെ ഇരുന്നപ്പോഴാണ് ജനീഷ് പൊതുവേദിയിൽ പ്രസംഗിക്കാത്തൊരു കാര്യം വെറുതെ പേഴ്സണൽ ടോക്കിൽ എന്നോട് വന്ന് പറഞ്ഞത്. ജനീഷ് പഠിക്കുന്ന കാലത്ത് അച്ഛനില്ലാത്ത വീട്ടിലെ മുതിർന്ന ആൺകുട്ടി പഠിക്കുമ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ടാവും, അവൻ പഠിച്ചൊന്ന് വളർന്നൊന്ന് പെട്ടെന്നൊന്ന് വലുതായി ഈ കുടുംബത്തിന് താങ്ങായിരുന്നെങ്കിൽ തണലായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ഓർത്തിട്ടുണ്ടാവും. ആ അമ്മ ഇടക്കാലത്ത് തൊഴിലുറപ്പ് പണിക്ക് പോകുമായിരുന്നു എന്നുള്ളത് ജനീഷ് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ മകൻ ഇങ്ങനെ വളർന്നു വലുതാവുമ്പോ അമ്മയെ തൊഴിലുറപ്പ് പണിക്ക് പോയിട്ട് നീ ഇങ്ങനെ നടക്കുകയാണെന്ന് ആരെങ്കിലും ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ അവനോട് ചോദിക്കുമ്പോഴുള്ള പ്രയാസമൊക്കെ ആലോചിച്ചിട്ട് കുറച്ചൊക്കെ വലുതായപ്പോ അമ്മ ഇത് നിർത്താൻ പറ്റൂല എന്ന് ചോദിച്ചപ്പോ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്റെ കാര്യങ്ങൾക്ക് ഞാൻ ആരുടെ മുമ്പിലും നോക്കണ്ടല്ലോ മോനെ, അത് സാരല്ല, ഞാൻ പൊക്കോളാന്ന് പറയുന്നത്. ജനീഷിന്റെ അമ്മ പുഷ്പേച്ചിയും അതുപോലെ തന്നെ വൈഫ് ശ്രീലക്ഷ്മിയും ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. ആ കുടുംബത്തോട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ പ്രസംഗിക്കുമ്പോ MLA ഒന്നും ആയിട്ടില്ല, MP ഒന്നും ആയിട്ടില്ല, പക്ഷെ ഒരു വാക്ക് എനിക്ക് ഈ അമ്മയോട് പറയാൻ പറ്റും. അമ്മ, നിങ്ങൾക്ക് തരാതെ നിങ്ങളുടെ മകൻ ചെലവഴിച്ച ആ സമയത്തിനുള്ള ഇഷ്ടമാണ് ആയിരക്കണക്കിനായ